Hi students, welcome back. ഇന്ന് നമ്മൾ ഇൻ്റർഫറൻസ് ഇൻ തിൻ ഫിലിം ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ്റർഫറൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ആപ്ലിക്കേഷനായ ഇൻ്റർഫറൻസ് ഇൻ തിൻ ഫിലിം. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇൻ്റർഫറൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ തിൻ ഫിലിം എന്താണെന്ന് അറിയണം. തിൻ ഫിലിമിന് എക്സാമ്പിൾ സോപ്പ് ബബിൾ, ഓയിൽ ലെയർ ഒക്കെയാണ് തിൻ ഫിലിമിന് എക്സാമ്പിൾ. അത് മാത്രമല്ല ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പിജിയൻ്റെ നെക്കിലൊക്കെ കാണുന്ന കളേഴ്സും തിൻ ഫിലിമിൻ ഇൻ്റർഫറൻസിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അവിടെ പിജിയൻസിൻ്റെ നെക്കിലൊക്കെ നമ്മൾ കാണുന്ന കളേഴ്സ്, അതുപോലെ തന്നെ പീകോക്സ് ഫെദർ, ഇതൊക്കെ ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ നേച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻ്റർഫറൻസിൻ്റേതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻ്റർഫറൻസ് ഇൻ തിൻ ഫിലിം നമുക്ക് നോക്കാം. ഒരു തിൻ ഫിലിം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും ചെറിയ സോപ്പ് ബബിളിൻ്റെ അത്രയും തിക്നെസ് മാത്രമുള്ള ഫിലിംസിനെയാണ്, അത്രയും തിക്നെസ് ഉള്ള ഫിലിംസിനെയാണ് നമ്മൾ തിൻ ഫിലിം എന്ന് പറയുന്നത്. അതായത് 0.1 to 10 മൈക്രോമീറ്റർ തിക്നെസ് ഉള്ള ഫിലിമിനെയാണ് നമ്മൾ തിൻ ഫിലിം എന്ന് പറയുന്നത്. 0.1 to 10 മൈക്രോമീറ്റർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തിൻ ഫിലിം എന്ന് പറയാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ഇൻ്റർഫറൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സച്ച് എ ഫിലിം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നെ നമ്മളൊരു തിൻ ഫിലിം കൺസിഡർ ചെയ്യുക. ഒരു വളരെ തിന്നായിട്ടുള്ളൊരു ഫിലിം കൺസിഡർ ചെയ്യാം. ഒരു തിൻ ഫിലിം നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു തിൻ ഫിലിം എടുത്തു. ആ തിൻ ഫിലിമിന് ഒബ്വിയസ്ലി ഒരു അപ്പർ ലെയറും ഒരു ലോവർ ലെയറും കാണും. എത്ര തിന്നെന്ന് പറഞ്ഞാലും അതിനൊരു അപ്പർ ലെയറും ലോവർ ലെയറും കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് തിൻ ഫിലിം. ആ തിൻ ഫിലിമിൻ്റെ തിക്നെസ് ലെറ്റ് ഇറ്റ് ബി ടി. ടി തിക്നെസ് ഉള്ളൊരു തിൻ ഫിലിമാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫിലിം ഇസ് മ്യൂ. മ്യൂ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ടി തിക്നെസ് ഉള്ള ഒരു തിൻ ഫിലിം കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ലൈറ്റ് ഇൻസിഡൻ്റ് ചെയ്യാണ്. ലൈറ്റ് റേസ് ഇസ് ഇൻസിഡൻറ്റ്. നമുക്ക് വേറൊരു കളർ എടുക്കാം. ലൈറ്റിന് നമുക്ക് വേറൊരു കളർ എടുക്കാം. സോ ഒരു ലൈറ്റ് ഇൻസിഡൻ്റ് ചെയ്തു, തിൻ ഫിലിമിലേക്ക് ഇൻസിഡൻ്റ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തു പോയി, ബാക്കി ലൈറ്റ് റേസ് ഫിലിമിനകത്തേക്ക് ഇൻസിഡൻ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഫിലിമിൻ്റെ ലോവർ സർഫസിൽ ഇൻസിഡൻ്റ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ഈ പോയിൻ്റിൽ നിന്ന് ഇവിടെ എയർ ആണ്, ഇതിൻ്റെ ഈ സർഫസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എയർ ആണ്. ദിസ് തിൻ ഫിലിം ഇസ് സറൗണ്ടഡ് ബൈ എയർ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ലൈറ്റ് ഇൻസിഡൻ്റ് ചെയ്തു. ആ ലൈറ്റ് ഇപ്പോൾ ഈ കാണുന്ന ഇൻ്റർഫേസിൽ വീണ്ടും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ദെൻ ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. ദെൻ അഗെയിൻ ഈ പോയിന്റിൽ ഇവിടെ എയർ ആണ്, ഇത് ഫിലിമാണ്. സോ ഇവിടെ ഈ ഇൻ്റർഫേസിൽ വീണ്ടും റിഫ്ലക്ഷൻ, ദെൻ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ ഈ സർഫസിൽ വന്നിട്ട് വീണ്ടും ട്രാൻസ്മിഷൻ, അഗെയിൻ റിഫ്ലക്ഷൻ. ഇത്രയും മതി. അപ്പോൾ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന റേസിനെ നമ്മൾ ട്രാൻസ്മിറ്റഡ് റേസ് എന്ന് പറയും. ആൻഡ് ഹിയർ വി കോൾ ഇറ്റ് ആസ് റിഫ്ലക്റ്റഡ് റേസ്. അപ്പോൾ ഈ കാണുന്ന രണ്ട് റേ, ഇപ്പോൾ ഒ എ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേ ആണ്, ദെൻ സി ഡി എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേ ആണ്, ഇ എഫും അതുപോലെ തന്നെ ജി എച്ചും ട്രാൻസ്മിറ്റഡ് റേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തിൻ ഫിലിം ഇൻ്റർഫറൻസിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ കിട്ടി. ദാറ്റ് ഈസ് തിൻ ഫിലിം ഇൻ്റർഫറൻസിൻ്റെ രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് ഇൻ്റർഫറൻസ് ബൈ റിഫ്ലക്റ്റഡ് സിസ്റ്റവും ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർഫറൻസ് ബൈ ട്രാൻസ്മിറ്റഡ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇൻ്റർഫറൻസ് എന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. കാരണം റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ ഈ ഇൻ്റർഫറൻസ് സസ്റ്റൈനബിൾ ആകണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് കൊഹറൻസ് എന്ന് പറയും. ലൈറ്റ് റേസ് കൊഹറൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇൻ്റർഫിയർ ചെയ്യുന്ന റേസിൻ്റെ സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡുള്ള ലൈറ്റ് റേസിനെയാണ് നമ്മൾ കൊഹറൻറ്റ് റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബി, എ ബി ആൻഡ് സി ഡി ആണ്. സോ റിഫ്ലക്റ്റഡ് റേസിൻ്റെ ഈ റിഫ്ലക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം ബൈ യൂസിങ് ദ റിലേഷൻ μ-1 ഡിവൈഡഡ് ബൈ μ+1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പോൾ ഒരു 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളൊരു മീഡിയം ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4% ആയിരിക്കും വരിക. 4% റിഫ്ലക്ഷൻ റേറ്റ് 4% ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 100% ഇൻസിഡൻറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ആ 100% നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസ് എന്ന് പറയുന്നത് 4% റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ.
ബാക്കി 4%, ബാക്കി 96% എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 4% ആണ് ആൻഡ് ദിസ് ഇസ് 96% അല്ലേ. ഇനി അഗെയിൻ ഈ ഇൻ്റർഫേസിൽ വന്നിട്ട് അത് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. എത്ര റിഫ്ലക്റ്റ് ചെയ്യും? 4% റിഫ്ലക്റ്റ് ചെയ്യും. 96ൻ്റെ 4% ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ആൻഡ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഏകദേശം 92%ഓളം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഇത് ഏകദേശം 3.84%ഓളം റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 3.84 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 4% റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ 4% റിഫ്ലക്റ്റ് ചെയ്ത് ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഏകദേശം 3.7%ഓളം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ബാക്കി വളരെ ഫീബിളായിട്ടുള്ളൊരു ലൈറ്റ് മാത്രമേ ഇതിനകത്തുനിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് പോകത്തുള്ളൂ. ആൻഡ് യു ഹാവ് ടു സീ എ എന്ന് പറയുന്ന പോയിന്റിൽ റിഫ്ലക്ഷൻ ആണ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേസിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേസ് എന്ന് വിളിക്കുമെങ്കിലും അത് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്താണ് വരുന്നത്. ഈ എന്ന് പറയുന്ന റേ ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ഇങ്ങോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷേ നമുക്കറിയാം ഇൻസിഡൻറ്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേസും എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. സോ ബൈ ഡെഫിനിഷൻ ഈ ബി ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ ആണ്. ആക്ച്വലി അവിടെ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ട്രാൻസ്മിഷനാണ് നടക്കുന്നതെങ്കിലും ബൈ ഡെഫിനേഷൻ നമ്മൾ അവനെ റിഫ്ലക്റ്റഡ് റേസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ 3.7% ആണ് ഈ ബി ഡി എന്ന് പറയുന്ന റേയുടെ ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇനി ഇവിടെ വരുന്ന ലൈറ്റ് റേസിൻ്റെ ഇൻറ്റൻസിറ്റി ഏകദേശം 0.14% കാണത്തുള്ളൂ. ബാക്കി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ബാക്കി റിഫ്ലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ട്രാൻസ്മിറ്റഡ് റേ എന്ന് പറയുന്നത് 0.14% കാണും. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ റിഫ്ലക്റ്റഡ് റേസ് ആണ്. അതായത് ആദ്യത്തെ റേ എ ബി എന്ന് പറയുന്ന റേ 4%, രണ്ടാമത്തെ റേ 3.7% ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവ രണ്ടുപേർക്കും, അതായത് എ ബി എന്ന് പറയുന്ന റേയും സി ഡി എന്ന് പറയുന്ന റേയും നിയർലി ഈക്വൽ ആംപ്ലിറ്റ്യൂഡാണ്. നിയർലി ഈക്വൽ ആംപ്ലിറ്റ്യൂഡാണ് റിഫ്ലക്റ്റഡ് റേസിനുള്ളത്. അതുകൊണ്ട് ഈ റേസ് സൂപ്പർപോസ് ചെയ്യുമ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും ദാൻ ദ റേസ് ഇൻ ദ ട്രാൻസ്മിറ്റഡ് സിസ്റ്റം. അപ്പോൾ അവിടെ ഫസ്റ്റ് റേ 92% ഇൻറ്റൻസിറ്റി ഉണ്ട് ആൻഡ് ദ സെക്കൻഡ് റേസ് ഓൺലി 0.14% ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇത് രണ്ടും കൂടെ സൂപ്പർപോസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആദ്യത്തേന് ഇൻറ്റൻസിറ്റി കൂടുതൽ, രണ്ടാമത്തതിന് ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ സൂപ്പർപോസ് ചെയ്യുമ്പോൾ ഈ എ ബി ആൻഡ് സി ഡി സൂപ്പർപോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പോലെയുള്ള ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ട്രാൻസ്മിറ്റഡ് റേസിനെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ അവിടെ വിടുകയാണ്. നമ്മൾ ഈ റിഫ്ലക്റ്റഡ് സിസ്റ്റം മാത്രമാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇൻ്റർഫറൻസ് റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് വരുന്നത്, വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ ദി കൺസ്ട്രക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഒക്കെ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഇൻ്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് സിസ്റ്റം. ഇതിനെ നമുക്ക് വേറെ ഒരു പേരും പറയാം, ദാറ്റ് ഈസ് കൊസൈൻ ലോ എന്നും പറയാം. ഇൻ്റർഫറൻസ് ഇൻ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിന് നമുക്ക് കൊസൈൻ ലോ എന്നും പറയാം. ഓക്കെ, ഇപ്പോൾ ഡിറൈവ് കൊസൈൻ ലോ എന്നോ അല്ലെങ്കിൽ ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ ഇൻ റിഫ്ലക്റ്റഡ് സിസ്റ്റം എന്നോ ചോദിക്കാം. So let's see the reflected system. ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു തിൻ ഫിലിം കൺസിഡർ ചെയ്തു. ആ തിൻ ഫിലിമിലേക്ക് നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തു. So we have the reflected rays, incident ray OA, reflected rays AB and CD. ട്രാൻസ്മിറ്റഡ് റേസിനെ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എ ബി എന്ന് പറയുന്ന റേയും സി ഡി എന്ന് പറയുന്ന റേയും സൂപ്പർ ഇമ്പോസ് ചെയ്തു, നമുക്ക് പാറ്റേൺ കിട്ടും. അപ്പോൾ കിട്ടുമ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് മാക്സിമ ആൻഡ് മിനിമ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റ് ഇൻ്റർഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റ് ഇൻ്റർഫറൻസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ ജനറലി വി നോ ദാറ്റ് ഈ രണ്ട് റേസും സൂപ്പർപോസ് ചെയ്ത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ ദ കണ്ടീഷൻ ഇസ് പാത്ത് ഡിഫറൻസ് നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ആൻഡ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആണെങ്കിലാണ് കൺസ്ട്രക്റ്റ് ഇൻ്റർഫറൻസ് നടക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ
ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ്, ഈ രണ്ട് റേസിൻ്റെയും പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു 2n+1 lambda by 2 in both the cases n is equal to 0, 1, 2 etc. ഇവിടെ n is equal to 0, 1, 2 etc. അല്ലേ, ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു n ലാംഡ ആയാൽ എ ബിയും അതുപോലെ തന്നെ സി ഡിയും സൂപ്പർപോസ് ചെയ്ത് കൺസ്ട്രക്റ്റ് ഇൻ്റർഫറൻസ് നടന്നിട്ട് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ ഗ്രീൻ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ലൈൻ കാണാം. അത് രണ്ടും സൂപ്പർപോസ് ചെയ്ത് ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് എ ഡാർക്ക് ബാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ബിയും സി ഡിയും സൂപ്പർപോസ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു റേസ്, ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് റേ എന്ന് പറയുന്നത് എ ബി ആണ് അല്ലേ. അപ്പോൾ ആ എ ബി എന്ന് പറയുന്നത് ഒ എ ബി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പാത്ത്. ദെൻ സെക്കൻഡ് റേ എന്ന് പറയുന്നത് ഒ എ കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഇ എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ റേ ട്രാവൽ ചെയ്യുന്നത് ഒ എ ഇ സി ഡി എന്ന് പറയുന്നതാണ് എൻ്റെ പാത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റേയുടെ പാത്ത് ഒ എ ബി, ദ സെക്കൻഡ് റേ ഈസ് ട്രാവലിംഗ് ദ പാത്ത് ഒ എ ഇ സി ഡി. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഫിഗറിൽ തന്നെ മനസ്സിലാവും പാത്തിൽ ഡിഫറൻസ് ഉണ്ട്. രണ്ട് റേസും ഒരേ ഡിസ്റ്റൻസ് അല്ല ട്രാവൽ ചെയ്യുന്നത്, ഒരേ ഒപ്റ്റിക്കൽ പാത്ത് അല്ല ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിനെ നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയും. അപ്പോൾ ഒരേ ഒപ്റ്റിക്കൽ പാത്ത് അല്ല രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത്. ദർ ഇസ് പാത്ത് ഡിഫറൻസ്. സോ വാട്ട് ഇസ് ദ പാത്ത് ഡിഫറൻസ്? ഇവിടം വരെ രണ്ടുപേരും കോമൺ ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നത്. ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് രണ്ടുപേർക്കും കോമൺ ആണ്. ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിഫറൻസ് ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഇയാൾ പോകുന്നുള്ളൂ. സെക്കൻഡ് റേ എ ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഇ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഇൻസൈഡ് ദ ഫിലിം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തിക്നെസ് ടി, റിഫ്രാക്റ്റ് ഇൻഡെക്സ് മ്യൂ ആണേ. അപ്പോൾ എ ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഇ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഉണ്ട്. ദെൻ പുറത്ത് സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. ദെൻ പുറത്തും ഡിഫറൻസ് ഉണ്ട്, കാരണം എ ബി കുറേ നേരത്തെ പോയ ആളാണ്, അപ്പോൾ കുറേ ഡിസ്റ്റൻസ് പോയിട്ടുണ്ട്. ദെൻ സി ഡി കുറച്ച് ഇതിനകത്ത് ട്രാവൽ ചെയ്തിട്ടേ വരുന്നുള്ളൂ, അപ്പോൾ ഇവിടെ ലാഗിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ലാഗിങ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ സിയിൽ നിന്ന് ഒരു നോർമൽ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ലെറ്റ് ഇറ്റ് മീറ്റ് അറ്റ് എൻ. എന്നിൽ മീറ്റ് ചെയ്യുന്നു. ദിസ് ദ നോർമൽ. എന്നിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈനിനെ ഈക്വലൈസ് ചെയ്തു. ഈ രണ്ട് പാരലൽ ലൈൻസ് ആണ്, എ ബി എന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഈ ലൈനിനെ നമ്മൾ ഈക്വലൈസ് ചെയ്തു. അതായത് എൻ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഇപ്പോൾ ഈക്വലായി. ഒ എന്ന് പറയുന്നത് ഓൾറെഡി അത് ഈക്വൽ പാത്തായിരുന്നു. ദെൻ ഇപ്പോൾ ബാക്കി ലൈൻസ് ഈ എൻ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വലായി. ദാറ്റ് മീൻസ് ഇതും നമുക്ക് എടുക്കണ്ട. പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ കോമൺ ഡിസ്റ്റൻസ് എടുക്കണ്ട, ബാക്കിയുള്ളത് എടുത്താൽ മതി. ദാറ്റ് മീൻസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ beam 1 and beam 2 is delta is equal to, the optical path difference between the two is equal to ഫിലിമിനകത്ത് എത്ര ട്രാവൽ ചെയ്തു, ഡിസ്റ്റൻസ് ഇൻസൈഡ് ദ ഫിലിം, ദാറ്റ് ഇസ് എ ഇ പ്ലസ് ഇ സി ഇൻ ഫിലിം മൈനസ് ഔട്ട്സൈഡ് ദ ഫിലിം എത്ര ട്രാവൽ ചെയ്തേക്കുന്നത് എ എൻ ഇൻ എയർ. ദിസ് ഇസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു റേസ്. അത് ഒപ്റ്റിക്കൽ പാത്ത് ആയാൽ ജസ്റ്റ് നമ്മൾ സിമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ആകണമെങ്കിൽ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ജിയോമെട്രിക്കൽ ഡിസ്റ്റൻസ് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗിവ്സ് ദ പർട്ടിക്കുലർ മീഡിയത്തിലുള്ള റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഒപ്റ്റിക്കൽ പാത്ത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഫിലിമിനകത്തുള്ള ഡിസ്റ്റൻസ് അല്ലേ എ ഇ പ്ലസ് ഇ സി. സോ അവിടെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മ്യൂ ആണ്. സോ ദ ഒപ്റ്റിക്കൽ പാത്ത് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻസൈഡ് ദ ഫിലിം ഇസ് മ്യൂ ഇൻറ്റു എ ഇ പ്ലസ് ഇ സി അല്ലേ. മ്യൂ ഇൻറ്റു എ ഇ പ്ലസ് ഇ സി മൈനസ് എയറിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് നമുക്കറിയാം, ഇവിടെ എയർ ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എ. സോ ദിസ് ഇസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈറ്റ് റേസ് ട്രാവലിംഗ് ബിറ്റ്വീൻ ലൈറ്റ് റേസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഗറിൻ്റെ ജോമെട്രിയിൽ നിന്ന് നമ്മൾ എയും ഇ സിയും എ എന്നും ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് തിരിച്ചിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടും. സോ നമുക്ക് നോക്കാം. എ ഇ കണ്ടുപിടിക്കാനായിട്ട് ഈ ട്രയാങ്കിൾ എടുക്കുക, എ ഇ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഇയിൽ നിന്ന് ഞാനൊരു നോർമൽ എ സിയിലേക്ക് വരയ്ക്കുകയാണ്.
അപ്പോൾ അത് എമ്മിൽ മീറ്റ് ചെയ്തു. ആ എം എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിൻ്റ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് എ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസും എം സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ഇത് പാരലൽ തിൻ ഫിലിമാണ്. അപ്പോൾ ഈ ഫിലിമിനകത്ത് ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ്, അതായത് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഇ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതുമ്പോൾ എ ഇ പ്ലസ് ഇ സി എന്ന് എഴുതുന്നതിന് പകരം എ ഇ പ്ലസ് എ ഇ എന്ന് തന്നെ എഴുതിയാൽ മതി. അതായത് 2AE. അപ്പം മ്യൂ എ ഇ പ്ലസ് എ സി എന്ന് എഴുതുന്നതിന് പകരം 2AE എന്ന് എഴുതാം, സിൻസ് എ ഇ ഈസ് ഈക്വൽ ടു ഇ സി. അപ്പോൾ നമുക്ക് എ ഇ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് കംപ്ലീറ്റ് ട്രയാങ്കിൾ വേണ്ട, എ ഇ സി എന്ന് പറയുന്ന ഫുൾ ട്രയാങ്കിൾ വേണ്ട, പകരം ഈ നോർമൽ മീറ്റ് ചെയ്തിരിക്കുന്നത് എം എന്ന് പറയുന്ന പോയിന്റിലാണ്, അത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. എ ഇ എം എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ആംഗിൾസ് കൂടെ വേണം. ഇതിപ്പോൾ ഇൻസിഡൻറ്റ് റേ ആണ്. നമ്മൾ ആ പാരലൽ സർഫസിലേക്ക് ഞാനൊരു നോർമൽ വരയ്ക്കുകയാണ്. ഒരു നോർമൽ ഞാൻ ഇവിടെ വരച്ചു. ഈ നോർമലും കൂടെ ഇരിക്കട്ടെ. ഇതും ഒരു നോർമലാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആറാണ്. ആംഗിൾ ആറല്ല, ആംഗിൾ ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഐ ആണ്. ആൻഡ് ദിസ് ഇസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ബട്ട് ബൈ ലോ ഓഫ് റിഫ്ലക്ഷൻ വി നോ ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഐ എന്ന് തന്നെ കൊടുക്കാം. ഇനി ഈ നോർമലിനെ ഞാൻ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. സോ ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ ഇൻസിഡൻറ്റ് റേ ഇസ് ആംഗിൾ ആർ. അപ്പോൾ ഇത് ആറാണെങ്കിൽ ഇത് ഓക്കെ, രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്നൊരു ലൈനാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായി, ആറായി. അപ്പോൾ ഈ ട്രയാങ്കിൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നോർമലാണ് ഈ കാണുന്ന നോർമൽ എന്ന് പറയുന്നത്. സോ ഈ ആംഗിൾ എന്ത് തന്നെയായി, ആറായി അല്ലേ. സോ ആ ട്രയാങ്കിളിൽ ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. ട്രയാങ്കിൾ എ ഇ എമ്മിൽ ഒരു ആംഗിൾ അറിയാം, ഒരു സൈഡ് അറിയാം. ഇ എം എന്ന് പറയുന്ന സൈഡ് നമുക്കറിയാം, ദാറ്റ് ഇസ് ടി, തിക്നെസ് ഓഫ് ദ തിൻ ഫിലിമിന് ഈക്വൽ ആണ് അല്ലേ. ആ ട്രയാങ്കിൾ യൂസ് ചെയ്ത് എ ഇ എം എന്ന് പറയുന്ന ട്രയാങ്കിൾ യൂസ് ചെയ്ത് നമുക്ക് എ കണ്ടുപിടിക്കാം. സോ ഫ്രം ട്രയാങ്കിൾ എ ഇ എം, ആംഗിൾ എ ഇ എം ഇസ് ഈക്വൽ ടു ആർ. ആംഗിൾ എ ഇ എം ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണെന്ന് നമുക്കറിയാം. അടുത്ത ആംഗിളും ആറാണെന്ന് നമുക്കറിയാം. ദെൻ ഇ എം ഇസ് ഈക്വൽ ടു ടി എന്ന് പറയാം അല്ലേ. നമുക്ക് വേണ്ടുന്ന സൈഡ് എന്ന് പറയുന്നത് എ ഇ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് വേണ്ടുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈൻ ആർ എടുക്കുക. സൈൻ ആർ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് സൈൻ ആർ അല്ല, കോസാർ എടുക്കുക. കോസാർ എടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കിട്ടും അല്ലേ. അപ്പോൾ കോസാർ, ടേക്കിംഗ് ദ കോസ് റിലേഷൻ, വി ക്യാൻ റൈറ്റ് കോസാർ ഇസ് ഈക്വൽ ടു അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് അവിടെ ഏതാ, ഇ എം ആണ്. ഇ എം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ ഇ ആണ്. ഇ എം നമുക്കറിയാം ടി ആണ്. ടി ഡിവൈഡഡ് ബൈ എ ഇ. നമുക്ക് വേണ്ടുന്ന ആളാരാണ്, എ ഇ. എ ഇ ഈസ് ഈക്വൽ ടു, therefore എ ഈസ് ഈക്വൽ ടു ടി ബൈ കോസ് ആർ. അപ്പം നമ്മുടെ തിൻ ഫിലിമിൻ്റെ പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ എ ഇയെ മാറ്റി. ദാറ്റ് ഇസ് എ ഈസ് ഈക്വൽ ടു ടി ബൈ കോസ് ആർ എന്ന് കിട്ടി. വെർ ടി ഇസ് ദ തിക്നെസ് ഓഫ് ദ തിൻ ഫിലിം ആൻഡ് ആർ ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ അതിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് എ എൻ ആണ് അല്ലേ. അപ്പോൾ എ എനെ കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും ആ ഫിഗറിലേക്ക് പോകാം. ഹിയർ വി ഹാവ് എ സി എൻ. അവിടെയാണ് എ എൻ ഉള്ളത്. ഈ കാണുന്ന ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടത്. എ സി എൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ് നമുക്കിനി വേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാം. നോർമൽ മീറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം. എം എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് അറിയാം. സോ വി ക്യാൻ റൈറ്റ് എ സി ഈസ് ഈക്വൽ ടു 2AM എന്ന് എഴുതാം. എ സി ഈസ് ഈക്വൽ ടു 2AM. അപ്പോൾ ഇനി നമുക്ക് എ എം വേണം. എ എമ്മിനെ എവിടെ നിന്ന് ഡിറ്റർമിൻ ചെയ്യാം, ഈ ട്രയാങ്കിളിന് കോമൺ ആണ് എ എം എന്ന് പറയുന്ന സൈഡ് അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന സൈഡ്. ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എ സിയെ വേണമെങ്കിൽ ഈ ലോവർ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അല്ലേ. ഓക്കെ, ദെൻ ഇനി ഇവിടെ നോക്കിക്കേ, ഇത് 90 ഡിഗ്രി ആണ് അല്ലേ. ഇത് നോർമലാണ്. നോർമൽ ഇവിടെ വരെയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഈ കാണുന്ന ആംഗിൾ 90 മൈനസ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയി, ഐ ആയി, ഐ അല്ലേ. ഈ ആംഗിൾ ഐ ആയി, ഐ. സോ എ എൻ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതുക. അടുത്ത ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഫ്രം ട്രയാങ്കിൾ എ എൻ സി, ആംഗിൾ എ എൻ സി ഇസ് ഈക്വൽ ടു ഐ നമുക്ക് എഴുതാം. ബാക്കി രണ്ട് ട്രയാങ്കിൾ നമുക്കറിയാം. അതായത് ആംഗിൾ എ എൻ സി നമുക്കറിയാം, അതുപോലെ തന്നെ ആംഗിൾ സി എ എൻ നമുക്കറിയാം അല്ലേ.
ഇനി എനിക്ക് വേണ്ടുന്ന പാരാമീറ്റർ എ എൻ ആണ്. എ എൻ ഇസ് ഓപ്പോസിറ്റ് ടു ഐ. ഇനി എ സി എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഏത് റിലേഷൻ എടുക്കണം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞ് വരുന്നത് ആരാണ്? സൈൻ ഐ ആണ് അല്ലേ. അപ്പോൾ സൈൻ ഐ എടുക്കുമ്പോൾ വി ക്യാൻ റൈറ്റ്, taking sin I in the triangle, we can write sin I is equal to opposite side എന്ന് പറയുന്നത് അവിടെ എ എൻ വരും, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി വരും. ദാറ്റ് ഇസ് എ എൻ ഡിവൈഡഡ് ബൈ എ സി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതി 2am എന്ന് എഴുതി. സോ ദാറ്റ് എ എൻ ഇസ് ഈക്വൽ ടു 2am sin I. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ എ എൻ എന്ന് പറയുന്ന പാരാമീറ്റർ കിട്ടി ഇൻ ടേംസ് ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അവിടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എ എമ്മിനെ നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല. എ എമ്മിനെ സോൾവ് ചെയ്യുക. 2am sin I ആണ് കിട്ടിയത്. അപ്പോൾ കംപ്ലീറ്റ്ലി അത് ചേഞ്ച് ചെയ്തിട്ടില്ല, തിൻ ഫിലിമിൻ്റെ പാരാമീറ്റേഴ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരാൾ എ എം കിടപ്പുണ്ട്. അപ്പോൾ ആ എ എമ്മിനെയും കൂടി ചേഞ്ച് ചെയ്യുക. എ എമ്മിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പഴയ ട്രയാങ്കിളിലേക്ക് പോവാണ്. ട്രയാങ്കിൾ എ ഇ എം എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ അവിടെ ട്രയാങ്കിൾ എ ഇ എം എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആംഗിൾ ആറാണ് അല്ലേ. അപ്പോൾ അവിടെ സൈൻ ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വരും. ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനേക്കാൾ എളുപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ടാൻ ആർ എടുക്കാം. അത് നമ്മൾ സോൾവ് ചെയ്ത് തരുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ എഴുതണമെന്നേ ഉള്ളൂ, ടാൻ ആർ തന്നെ വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ട്രയാങ്കിളിന് ഡയറക്റ്റ് ആയിട്ട് ടാൻ ആർ എടുക്കാം. ട്രയാങ്കിൾ എ ഇ എമ്മിൽ നമ്മൾ ടാൻ ആർ എടുക്കുമ്പോൾ എ ഇ എമ്മിൽ ടാൻ ആർ ഇസ് ഈക്വൽ ടു tan r is equal to, so again we have tan r is equal to opposite is am and adjacent is em by em എന്ന് വരും. am by am divided by em. so am is equal to em tan r and again നമുക്കറിയാം em എന്ന് പറയുന്നത് ആ തിൻ ഫിലിമിൻ്റെ തിക്നെസ് ആണ്. സോ എ എം ഇസ് ഈക്വൽ ടു ടി ടാൻ ആർ എന്ന് വരും. ടി ടാൻ ആർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. സോ നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 ഇൻ 3 എന്നാണ് നമ്മളങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോയത് അല്ലേ. അപ്പോൾ ഈ 3ലേക്ക് നമ്മൾ തിരിച്ച് വരിക. ഈ എ എമ്മിനെ നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ എൻ ഇസ് ഈക്വൽ ടു 2t tan r ഇൻറ്റു സൈൻ ഐ എന്ന് വരും. അപ്പോൾ നോക്കിയേ, എ എന്നിനെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തിൻ ഫിലിമിൻ്റെ പാരാമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ഹിയർ ടി ഈസ് ദ തിക്നെസ് ഓഫ് ദ തിൻ ഫിലിം, ആർ ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഐ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്, ദാറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു mu into 2ae minus an. ae കിട്ടി, an കിട്ടി. അപ്പോൾ തിരിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ആൻഡ് a ഇതാണ് ഒരെണ്ണം. നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരെണ്ണം ഇതാണ്, t by cos r ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 and 4 in 1 we can write, substituting 2 and 4 in 1 we get delta is equal to mu into 2 times am ആണല്ലേ. 2 times ae ആണോ m ആണോ? 2 times aeയുടെ വാല്യൂ ആണ് t by cos r. അപ്പോൾ mu into 2t by cos r, 2t by cos r minus 2t tan r into sin i. 2 times ae എന്നായിരുന്നു. aeയുടെ വാല്യൂ ആണ് t by cos r മൈനസ് anൻ്റെ വാല്യൂ ആണ് 2t tan r into sin i. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടേമിൽ cos r ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇവിടെയും ഒരെണ്ണം ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അടുത്ത ആൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആണ്. അപ്പം ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പോവാണ് by using the Snell's law. So applying Snell's law, we can write mu is equal to
sine of the angle of incidence by sine of the angle of refraction, from which sin I is equal to mu sin r എന്ന് എഴുതാം. mu sin r. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ കിടക്കുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 mu t ഡിവൈഡഡ് ബൈ കോസ് r എന്ന് എഴുതാം, മൈനസ് 2t tan r ഇൻറ്റു mu sin r അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 mu t ഡിവൈഡഡ് ബൈ കോസ് r മൈനസ് 2t 2 mu t എന്ന് എഴുതാം, 2 mu ഇൻറ്റു t tan r-നെ എനിക്ക് sin r ബൈ കോസ് r എന്ന് എഴുതാം ഇൻറ്റു sin r. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് sin സ്ക്വയർ r ബൈ കോസ് r എന്ന് എഴുതാം അല്ലേ. sin സ്ക്വയർ r ബൈ കോസ് r, sin സ്ക്വയർ r ബൈ കോസ് r. സോ നൗ യു ഹാവ് ദ കോമൺ ഫാക്ടർ 2 mu t ബൈ കോസ് r. അതിനെ ബ്രാക്കറ്റിന് പുറത്തെടുക്കുക, കോമൺ ഫാക്ടർ എടുക്കുക, 2 mu t ബൈ കോസ് r ഇൻറ്റു 1 മൈനസ് sin സ്ക്വയർ r എന്ന് വരും. 1 മൈനസ് sin സ്ക്വയർ r ഇസ് കോസ് സ്ക്വയർ r. സോ യു ക്യാൻ റൈറ്റ് 2 mu t ഇൻറ്റു കോസ് r എന്ന് വരും അല്ലേ. സോ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേസ് എ ബി ആൻഡ് സി ഡി എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേസിൻ്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 mu t കോസ് r എന്ന് വരും. നൗ നമുക്കിവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണം. ഞാൻ ഫസ്റ്റ് ആ ഫിഗർ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ആദ്യത്തെ റേ മാത്രമേ ഇവിടെ ആക്ച്വൽ റിഫ്ലക്ഷൻ ഉള്ളൂ, രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് റേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യത്തെ ആക്ച്വൽ റിഫ്ലക്ഷൻ, ഈ പോയിന്റിൽ കാണുന്ന ആക്ച്വൽ റിഫ്ലക്ഷന് ഓൾറെഡി ഒരു പാത്ത് ഡിഫറൻസ് കാണും. കാരണം ഇങ്ങനെ വരുന്ന റേ ഇവിടെ നിന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. സോ അവിടെ ഒരു ഓൾറെഡി ഒരു പാത്ത് ഡിഫറൻസ്, റിഫ്ലക്റ്റഡ് റേസിന് ഒരു പാത്ത് ഡിഫറൻസ് വരും, പൈ ബൈ 2 എന്ന് പറയുന്നൊരു പാത്ത് ഡിഫറൻസ് വരും. സോ വി ക്യാൻ റൈറ്റ് പൈ ലാംഡ ബൈ 2 എന്ന് പറഞ്ഞ പാത്ത് ഡിഫറൻസ്, പൈ ഫേസ് ചേഞ്ച് വരും, ദാറ്റ് ഈസ് ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ്. സോ അതിനെ കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. സോ ദി ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. ഇപ്പോൾ റിഫ്ലക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പാത്ത് ചേഞ്ച് ആണ് പൈ എന്ന് പറയുന്ന ഫേസ് ചേഞ്ച് ആണ്. ആ ഫേസ് ചേഞ്ചിനെ, പൈ ഫേസ് ചേഞ്ചിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് പാത്ത് എഴുതുമ്പോൾ ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ലാംഡ ബൈ 2 പാത്ത് ചേഞ്ച് എന്ന് പാത്ത് ഡിഫറൻസ് എന്ന് എഴുതാം. അതായത് ഇൻ ടേംസ് ഓഫ് ലാംഡ അത് ലാംഡ ബൈ 2 ആണ്, ഇൻ ടേംസ് ഓഫ് ആംഗിൾ വരുമ്പോൾ അത് പൈ ആണ് അല്ലേ. പൈ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഇത് 0 പൈ 2 പൈ, ഇതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു വേവിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ് 0 പൈ ആൻഡ് 2 പൈ. അപ്പോൾ ഇവിടെ 0 to പൈ എന്ന് പറയുന്നത് നമുക്കറിയാം 0 to 2 പൈ ആണ് നമ്മൾ 1 ലാംഡ എന്ന് പറയുന്നത്, 1 ലാംഡ. അപ്പോൾ 0 to പൈ എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണ്. അതായത് ഒരു സ്റ്റേറ്റ് 0-ൽ നിന്ന്, ഒരു വേവിൻ്റെ സ്റ്റേറ്റ് 0-ൽ നിന്ന് പൈ വരെ ചേഞ്ച് ചെയ്തു, അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു ലാംഡ ബൈ 2 പാത്ത് ചേഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്, സോ വി ക്യാൻ റൈറ്റ് the actual path difference as the actual path difference in the reflected system. Actual path difference in the reflected system is delta is equal to 2 mu t cos r minus lambda by 2. ആ ആക്ച്വൽ റിഫ്ലക്ഷൻ്റെ ലാംഡ ബൈ 2 കൂടെ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. സോ ദിസ് ഇസ് ദ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 റിഫ്ലക്റ്റഡ് റേസ്. തിൻ ഫിലിമിലെ 2 റിഫ്ലക്റ്റഡ് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത്, പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടി, നമുക്ക് അറിയേണ്ടത് വെൻ ഇറ്റ് വിൽ ഫോം എ ബ്രൈറ്റ് ബാൻഡ് or when it is forming a dark band. അതായത് we have to find the condition for the formation of maxima and minima or construct interference and destruct interference. അപ്പോൾ അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ ഹിയർ കണ്ടീഷൻ ഫോർ മാക്സിമ നമുക്ക് കൊടുക്കാം. ജനറൽ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ in the case of reflected system the condition for maxima is general condition delta is equal to integral multiple of lambda where n is equal to 0, 1, 2, 3 ആണ്. 0, 1, 2, 3 etc. ഇതാണ് ജനറൽ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഈ കേസിലാകുമ്പോൾ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t cos r മൈനസ്
ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു എൻ ലാംഡ. എന്നിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. എൻ ഇസ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. ദാറ്റ് ഈസ് നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ ലാംഡ ടേംസിനെ ഒരുമിച്ച് കൊണ്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് 2 mu t cos r is equal to n lambda plus lambda by 2 which is equal to n plus half lambda എന്ന് എഴുതാം. or we can write it as 2n plus 1 lambda by 2 എന്ന് എഴുതാം. so 2 mu t cos r is equal to 2n plus 1 lambda by 2 എന്നോ അല്ലെങ്കിൽ 2 mu t cos r minus lambda by 2 is equal to n lambda എന്നോ എഴുതാം. കണ്ടീഷൻ ഫോർ മാക്സിമ ആണ്, കണ്ടീഷൻ ഫോർ മാക്സിമ. ഇതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടീഷൻ ഫോർ മിനിമം എഴുതാൻ പോകുന്നത്. സോ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകരുത്. കണ്ടീഷൻ ഫോർ മിനിമം ഞാൻ ഒരു പേജിൽ തന്നെ എഴുതാം, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. കണ്ടീഷൻ ഫോർ മിനിമ, കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് മിനിമ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ജനറൽ കണ്ടീഷൻ നമുക്കറിയാം. ദാറ്റ് ഇസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2n plus 1 lambda by 2 ആണ്. 2n plus 1 lambda by 2 where n is equal to 0 1 2 3 ആണെന്ന് നമ്മൾ പറഞ്ഞു. 0 1 2 എക്സെട്ര അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റയ്ക്ക് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു 2n plus 1 lambda by 2. ഇതാണ് ആക്ച്വൽ കണ്ടീഷൻ. റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ മിനിമം ഫോം ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ കണ്ടീഷൻ ഇതാണ്. 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 കൂടെ പാത്ത് ഡിഫറൻസിലുണ്ടെന്ന് നോക്കിക്കോണം. ലെഫ്റ്റ് സൈഡിൽ 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 ഉണ്ടെങ്കിൽ അതാണ് ടോട്ടൽ പാത്ത് ഡിഫറൻസ്. ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2n plus 1 lambda by 2 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ ഫോർ മിനിമ. ഇവിടെയും അതുപോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 ഉണ്ട്, അതാണ് ടോട്ടൽ പാത്ത് ഡിഫറൻസ്. സോ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ. അതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു ഫോമിൽ എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 mu t cos r മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് 2n plus 1 lambda by 2 വരും. അല്ലാതെ അത് കണ്ടീഷൻ ഫോർ മിനിമ അല്ല, അത് കണ്ടീഷൻ ഫോർ മാക്സിമ. ടു കണ്ടീഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടാണ് 2 mu t cos r is equal to 2n plus 1 lambda by 2 എന്ന് എഴുതിയത്. നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇനി പഠിക്കുമ്പോൾ ആ സമയത്ത് നമ്മളിത് രണ്ട് കണ്ടീഷൻസും നമ്മൾ യൂസ് ചെയ്യും. ചില സമയത്ത് നമ്മൾ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ എടുക്കുമ്പോൾ ഇതെടുക്കും, ചില സമയത്ത് നമ്മൾ ഇതെടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 എന്ന് തന്നെയാണ് ടോട്ടൽ പാത്ത് ഡിഫറൻസ്. അപ്പോൾ എപ്പോഴും കണ്ടീഷൻ ഫോർ മാക്സിമ എന്ന് പറയുന്നത് ടോട്ടൽ ഡെൽറ്റ എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ഡിഫറൻസ് ആണ്. ടോട്ടൽ പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആണെങ്കിലാണ് കണ്ടീഷൻ ഫോർ മാക്സിമ. അതുപോലെ തന്നെ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2n plus 1 lambda by 2 ആണെങ്കിലാണ് കണ്ടീഷൻ ഫോർ മിനിമ. പ്ലസ് 1 എടുക്കാം, -1 എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ മാറുന്നേ ഉള്ളൂ. 0 1 2 3 എടുക്കരുത്. -1 ആണെങ്കിൽ 1 2 3 തൊട്ട് എടുക്കാവും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കണ്ടീഷൻ ഫോർ മിനിമ എഴുതുമ്പോൾ 2 mu t cos r ഇസ് ഈക്വൽ ടു ഈ ലാംഡ ബൈ 2നെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോയി എഴുതുവാണെങ്കിൽ 2n plus 1 lambda by 2 എന്ന് വരും, which is equal to 2n plus 2 lambda by 2. 2നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ n plus 1 lambda എന്ന് വരും, which is approximately equal to നമുക്ക് n lambda എന്ന് എഴുതാം. 2 mu t cos r is equal to n lambda. ഇത് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കിടക്കുന്നത് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് അല്ല. 2 mu t cos r is equal to n lambda എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ മിനിമ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ഇല്ല, 2 mu t cos r മാത്രമേ ഉള്ളൂ. ആ മൈനസ് ലാംഡ ബൈ 2 എന്ന് പറയുന്ന ആളിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എഴുതുന്നതാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 2 mu t ആക്ച്വൽ കണ്ടീഷൻ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 is equal to n ലാംഡ എന്ന് പറയുന്നതാണ് ആക്ച്വൽ കണ്ടീഷൻ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും എഴുതാമല്ലോ. അതുപോലെ തന്നെ 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 is equal to 2n plus 1 lambda by 2 എന്ന് പറയുന്നതാണ് കണ്ടീഷൻ ഫോർ മിനിമ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ ഫോർ മിനിമയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കൊസൈൻ ലോ. ഈ കാണുന്ന 2 mu t cos r is equal to n lambda എന്ന് പറയുന്ന കണ്ടീഷൻ ഫോർ മിനിമ ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. കണ്ടീഷൻ ഫോർ മിനിമ ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം, ദാറ്റ് ഈസ് 2 mu t cos r is equal to n lambda. അത് കണ്ടീഷൻ ഫോർ മാക്സിമം ആണെന്ന് കൺഫ്യൂസ്ഡ് ആകരുത്.
ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ -λ/2 ഇല്ല, -λ/2 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. 2μt cos r n λ എന്ന് പറയുന്ന കണ്ടീഷൻ ഫോർ മിനിമയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇൻ്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് സിസ്റ്റം ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡിറൈവ് കൊസൈൻ ലോ എന്ന് ചോദിക്കാം. കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ, ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം എന്നും ചോദിക്കാം. സോ യു ഹാവ് ടു റൈറ്റ് ദ ഹോൾ ഡെറിവേഷൻ. അപ്പോൾ ഈ 2μt cos r ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിൻ ഫിലിമിൻ്റെ കളേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൊസൈൻ ലോ യൂസ് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സോപ്പ് ബബിളിലും ഓയിൽ ലെയറിലൊക്കെ നമ്മൾ കളേഴ്സ് കാണുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ കളേഴ്സും കാണില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കളേഴ്സേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അറ്റ് എ ടൈം നമുക്ക് എല്ലാം കൂടി ഒരു റീജിയനിൽ നമ്മൾ കാണില്ല. അത് ഡിപ്പെൻസ് ഓൺ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കണ്ടീഷൻ ഫോർ മിനിമയും അതുപോലെ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിപ്പെൻസ് ഓൺ ദ തിക്നെസ് ഓഫ് ദ തിൻ ഫിലിം ആൻഡ് റിഫ്രാക്റ്റീവ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾസോ, രണ്ട് കേസിൽ. അപ്പോൾ തിക്നെസ് മാറുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻസിനനുസരിച്ച് ആ ഏരിയയിൽ ആ കളറിനെ കാണുന്നു. അതല്ല ഇവിടെയും അതുപോലെ കണ്ടീഷൻ ഫോർ മിനിമ ഒബേ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ വേവ് ലെങ്തിനെ നമ്മൾ അതിനകത്ത് കാണില്ല. അപ്പോൾ ഈ കളേഴ്സ് ഓഫ് തിൻ ഫിലിം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കൊസൈൻ ലോ ആണ്. കളേഴ്സ് ഓഫ് തിൻ ഫിലിം അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് കളേഴ്സ് ഇൻ തിൻ ഫിലിം, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കളേഴ്സ് ഓഫ് തിൻ ഫിലിം, അപ്പോൾ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് യൂസിങ് ദ കൊസൈൻ ലോ. സോ വി ഹാവ് ദ കൊസൈൻ ലോ ആസ്, ആദ്യം നമ്മൾ കൊസൈൻ ലോ എന്താണ് ഇത്, വി ഹാവ് ദ കൊസൈൻ ലോ ആസ് 2μt cos r n λ which is the condition for minima in the reflected system അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കിക്കേ, the colors that obey this law, the colors, the wavelength that obey cosine law will be absent from the resultant pattern. ഫ്രം ദ റിസൾട്ടൻറ്റ്, നമ്മൾ കാണുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിൽ റിസൾട്ടൻറ്റ് പാറ്റേണിൽ ഏത് വേവ് ലെങ്ത് ആണോ ഈ കണ്ടീഷൻ ഫോർ മിനിമ ഒബേ ചെയ്യുന്നത്, കണ്ടീഷൻ ഫോർ മിനിമയാണ്, കണ്ടീഷൻ ഫോർ മിനിമ ഒബേ ചെയ്യുന്നത്, അതിനെ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേണിൽ കാണാൻ പറ്റില്ല. അതാണ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2μt cos r n λ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ലെങ്ത് will be absent in the interference pattern, in the resultant pattern. For example, നമ്മൾ ഇപ്പോൾ സേ ലാംഡ റെഡിൻ്റെ റെഡ് കളറാണ്, ലാംഡ റെഡാണ് 2μt cos r n λ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് റെഡാണെന്ന് വിചാരിക്കുക. n λ എന്ന് പറയുന്ന മിനിമയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് റെഡാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് will be devoid of red. ബാക്കി എല്ലാ കളേഴ്സിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗ്രീൻ ലൈറ്റ് ആണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ വിൽ ബി ആബ്സെൻറ്റ് ഇൻ ദ പാറ്റേൺ, ദ റിസൾട്ടൻറ്റ് പാറ്റേൺ വിൽ ബി ദ കോമ്പിനേഷൻ ഓഫ് ദി അതർ കളേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ തിക്നെസ് വേരി ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഓയിൽ ലെയർ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണം, അപ്പോൾ എല്ലായിടത്തും ഒരേ തിക്നെസ് ആയിരിക്കില്ല. അപ്പോൾ തിക്നെസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും കണ്ടീഷൻ മാറും. ഓരോ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ആയിരിക്കും തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ആ ഇൻ്റർഫറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നമ്മൾ ശകലം നമ്മളൊന്ന് തലേന്ന് ചരിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രാവിൻ്റെ കഴുത്തിലൊക്കെ അല്ലെങ്കിൽ ഓയിൽ ഫിലിമിലൊക്കെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചേഞ്ച് ചെയ്താലും നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേണിൽ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ സോ ഈ തിൻ ഫിലിമിലൊക്കെ ഉള്ള കളേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കൊസൈൻ ലോ ആണ്. അപ്പോൾ ഇൻ്റർഫറൻസ് ഇൻ റിഫ്ലക്റ്റഡ് സിസ്റ്റമാണ് നമ്മൾ കാണുന്ന പാറ്റേൺ, നമ്മൾ നേച്ചറിൽ മിക്കവാറും കാണുന്ന എല്ലാ കളേഴ്സ് കാണുന്ന ഇൻ്റർഫറൻസിൻ്റെ ആപ്ലിക്കേഷൻസ്, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് എല്ലാം മിക്കവാറും ഉള്ളത് ഈ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൻ്റെതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ.